അതായത് ഹെൽമെറ്റ് ധരിച്ചിട്ട് തന്റെ ഇരുചക്ര വാഹനത്തിൽ പൊതുനിരത്തുകളിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. കണ്ണൂർ തോട്ടടയിൽ നടന്ന ഒരു അപകടമാണ്. ഒരാൾ സ്പോട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബാക്കി 3 പേര് വളരെ സീരിയസ് ആണ്. ഇത് പോയി ഒരു ബൈക്കിനടിച്ചു. ബൈക്കിലുള്ള ആളുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായ ഒരു സാഹചര്യമാണ്. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. മത്സരയോട്ടത്തിന്റെയും മരണപ്പാച്ചിലിന്റെയും കാര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല KSRTC ബസ്സുകളും ഒട്ടും പിറകിലല്ല എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ മാസം ഒക്ടോബർ 20 കോഴിക്കോട് രാമനാട്ടുകരയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെയായിരുന്നു മലപ്പുറം പള്ളിക്കൽ സ്വദേശിനി തസ്ലീമ മരണപ്പെട്ടത്. ഭർത്താവിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന TPS എന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ താഴേക്ക് തെറിച്ചു വീണ തസ്ലീമയുടെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയായിരുന്നു മരണപ്പെട്ടത്. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച കൊല്ലം തേവലക്കരയിൽ KSRTC ബസ്സുമായി മത്സരയോട്ടം നടത്തിയ സഫ എന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് തേവലക്കര സ്വദേശി അബ്ദുൽ മുത്തലിഫിന് ജീവൻ നഷ്ടമായത്. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ മോശം അവസ്ഥയും ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള അശാസ്ത്രീയമായ സമയക്രമത്തിന്റെ സമ്മർദ്ദം നേരിടുന്ന ബസ് ഡ്രൈവർമാരെ മാത്രം നമുക്ക് ഇവിടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു റൂട്ടിൽ ഒരു ദിവസം എത്ര ബസ്സുകൾ എത്ര ടൈം ഗ്യാപ്പിൽ ഓടണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അനുവാദം മോട്ടോർ വാഹന വകുപ്പിനാണുള്ളത്. നിയന്ത്രണമില്ലാതെ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നതും അശാസ്ത്രീയമായ സമയക്രമത്തിന്റെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന മത്സരയോട്ടത്തിന്റെയും മരണപ്പാച്ചിലിന്റെയും ഫലമാണ് ഇത്തരം ഓരോ മരണങ്ങളും.